ഫ്രണ്ട്സ്, രസം പല വിധത്തിലുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളി രസമുണ്ട്, പരിപ്പ് രസമുണ്ട്, നെല്ലിക്ക രസമുണ്ട്, പൈനാപ്പിൾ രസമുണ്ട്, അതേമാതിരി ഒരുപാട് മുതിര കൊണ്ട് രസമുണ്ടാക്കും. അങ്ങനെ രസം എല്ലാ സാധനങ്ങൾ കൊണ്ടും ഇപ്പോൾ രസം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കല്യാണത്തിനും മറ്റും ഒക്കെ ഉണ്ടാക്കുന്നത് പരിപ്പ്, തക്കാളി ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു രസമായിരിക്കും. അതും കഴിക്കാൻ ഭയങ്കര രസമാണ്. പക്ഷേ നമ്മൾ മഴക്കാലത്ത് ഇല്ലെങ്കിൽ പനിയൊക്കെ വരുമ്പോൾ കഴിക്കുന്ന ഒരു രസമാണ് കുരുമുളക് രസം. നമ്മളിപ്പോൾ നിങ്ങൾക്ക് പലതരം വീഡിയോവും ഒക്കെ കണ്ടാൽ അറിയാം, ഈ കുരുമുളക് രസത്തിലും കൊണ്ടുപോയിട്ട് തക്കാളിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുക. പക്ഷേ കുരുമുളക് രസത്തിൻ്റെ ആ ഉപയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പനിയായിട്ടുള്ള ഒരാൾ കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് കുരുമുളകിന് നമ്മൾ തക്കാളിയൊന്നും ഉപയോഗിക്കുന്നില്ല. കുരുമുളക്, ജീരകവും എല്ലാം കൂടെ ചേർത്തിട്ട് അതിനെ ഒരു മരുന്ന് എന്ന് തന്നെ പറയാം. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഒരുവിധം പനി മാതിരിയുള്ള അസുഖങ്ങളൊക്കെ മാറും. മഴക്കാലത്ത് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് എന്ന് തന്നെ പറയാം കുരുമുളക് രസം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുരുമുളക് രസമാണ്. കുരുമുളക് രസം ഉണ്ടാക്കുന്ന ആ കാഴ്ചകളിലേക്ക്. നമ്മളപ്പോൾ കുരുമുളക് രസം ഉണ്ടാക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വാളൻ പുളി ഒരു ഇടത്തരം നാരങ്ങയുടെ, ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഉള്ള വാളൻ പുളി നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ്. കുറച്ച് നേരം, ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ അത് വെള്ളത്തിലിട്ടൊന്ന് കുതിരട്ടെ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കുറച്ച്, നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് ആവശ്യം കുരുമുളക് രസം, നമ്മൾ എത്ര പേർക്ക് കഴിക്കാനാണോ ഉണ്ടാക്കുന്നത്, അപ്പോൾ അത്രയും ആവശ്യത്തിനുള്ള കുരുമുളക് എന്ന് പറഞ്ഞാൽ കുരുമുളക് രസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ കുരുമുളകിൻ്റെ സാന്നിധ്യം കുറച്ച് ജാസ്തി തന്നെ ആയിരിക്കണം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2-3 ഗ്ലാസ് വെള്ളം. അതാണ് ഇപ്പോൾ നമ്മൾ ആ പുളി കുതിരാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പേർക്ക് ഊണ് കഴിക്കാനുള്ള ആ ഒരു പാകത്തിന് രസം വേണം നമുക്ക്. അപ്പോൾ അതിനുള്ള രസമാണ് ഇപ്പോൾ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ് എടുത്തിരിക്കുന്നത്. അതേമാതിരി തന്നെ 1 ടേബിൾ സ്പൂണിന് കുറച്ച് കമ്മിയായിട്ട് നമ്മൾ ജീരകവും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ചേർക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളുള്ളിയാണ്. വെള്ളുള്ളിയൊക്കെ കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 6-7 അല്ലി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിനെ ഒന്ന് നമ്മൾ ഒരുപാട് ചമ്മന്തി പരുവത്തിലൊന്നും ആക്കരുത്. ഒന്ന് കറക്കി ഒരു 2-3 പ്രാവശ്യം ഒന്ന് ചെറുതായിട്ട് വേഗം ഒന്ന് കറക്കി എടുക്കുക. ഒന്ന് ചതയ്ക്കുക എന്ന് പറയില്ലേ, ആ ഒരു പാകത്തിലേക്ക് എടുക്കുക ചതച്ചിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു പരുവത്തിലാണ് ചതച്ചെടുത്തിരിക്കുന്നത് നമ്മളുടെ കുരുമുളക്, ജീരകം, വെള്ളുള്ളി, കറിവേപ്പില. അപ്പോൾ ഇങ്ങനെയാണ് ചതച്ചെടുത്തിരിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്, ഇവിടെ നമ്മൾ പുളി കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു പുളി കുതിരാൻ. അതിനെ ഒന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഞെരടി ആ പുളിയൊക്കെ അതിലേക്കൊന്ന്, ആ പുളിയുടെ സത്തൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന വിധത്തിൽ അതിനെ ഒന്ന് പിഴിയുക നല്ലപോലെ. നമുക്ക് ഈ പുളിയുടെ ചണ്ടി ഒന്ന് മാറ്റിയെടുക്കണം. ചണ്ടി നമുക്ക് ആവശ്യമില്ല, പുളിയുടെ ആ വെള്ളം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇനി നമ്മൾ ഇതിനെ ഒരു അരിപ്പ വെച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ആക്കാൻ പോവുകയാണ്. കാരണം ആ പുളിയുടെ ചണ്ടിയൊന്നും നമുക്ക് അതിൽ വീഴരുത്, അതിന് വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുളിവെള്ളമൊക്കെ നമ്മളിത് അവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് കഴിഞ്ഞാൽ ചതച്ച് വെച്ചിട്ടുള്ള കറിവേപ്പില, കുരുമുളക്, ജീരകം, വെള്ളുള്ളി
ആ ഒരു കൂട്ടുകെട്ടിനെ ഇതിലേക്ക് ഇടാൻ പോവുകയാണ്. ഇതിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കണം, ഇത് യോജിപ്പിക്കണം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം. കുറച്ച് മതി, അത്രയും മതി. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഉപ്പ് നമ്മൾ 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയിട്ട് പോരെങ്കിൽ പിന്നെ ഇടാം, പക്ഷേ ഇത് മതിയാവും. ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുരുമുളക് രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. അതിൽ നമ്മൾ തക്കാളിയൊന്നും ഇടേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇനി ഇത് നമ്മൾ സ്റ്റൗ ഒന്ന് കത്തിച്ച് ഇതിനെ ഒന്ന് തിളപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതൊരു 5-10 മിനിറ്റ് എടുക്കും നല്ലപോലെ തിളയ്ക്കാൻ. ഒന്ന് തിളയ്ക്കട്ടെ, തിളച്ച് വരട്ടെ. കുരുമുളക് രസം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ സമയത്ത് കുറച്ച് മാത്രം, വളരെ കുറച്ച് കായപ്പൊടിയാണ് ചേർക്കാൻ പോണത്. കുറച്ച് കായപ്പൊടി ചേർക്കുന്നുണ്ട്. അപ്പം നമ്മളുടെ രസം റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചൊന്ന് കടുകൊന്ന് വറുത്തിടണം. അതും കൂടെ ഒന്ന് ചെയ്താൽ നമ്മുടെ രസം പണി കഴിഞ്ഞു. അപ്പോൾ ഈ രസം നമുക്കിപ്പോൾ അടുപ്പത്തു നിന്ന് എടുത്ത് വയ്ക്കാം. ഇനി നമ്മൾ വേറൊരു ചെറിയൊരു ചീനിച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് താളിപ്പ് ഒന്ന് ചേർക്കണം. ഒരു കാര്യം നമ്മൾ ഞാൻ വിട്ടുപോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ അത് നമ്മൾ കടുക് വറക്കുക എന്നൊക്കെ പറയുന്നത് നമ്മളൊരു ആഡംബരമാണ്. ഇപ്പോൾ കുരുമുളക് രസം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പനി ഇല്ലെങ്കിൽ നിങ്ങൾ ഈ മഴക്കാലത്ത് ഒരു മരുന്നായിട്ട്, ഒരു ഔഷധമായിട്ടാണ് ഇത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരുവിധം ശമനം നമുക്ക് ഇതൊന്ന് കിട്ടുമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളൊരു ഔഷധമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ കടുക് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ തിളച്ച ഉടനെ തന്നെ നമുക്ക് എടുക്കാം. പക്ഷേ നമ്മളിപ്പോൾ കടുക് വറക്കുന്നുണ്ട്. കാരണം എനിക്ക് കടുക് വറുത്തിട്ട് എനിക്ക് കുറച്ച് ഇഷ്ടമാണ് ആ ഒരു ടേസ്റ്റ്. അപ്പോൾ കടുക് വറക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ആഡംബരവും ഒരു ടേസ്റ്റിനൊരു നല്ലൊരു വ്യത്യാസം വരാനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷേ ഔഷധമായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ നമ്മൾക്ക് അതിൻ്റെ ആവശ്യമില്ല. ഈ തിളച്ച ഉടനെ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഈ രസം ഉപയോഗിക്കാവുന്നതാണ്. ചീനിച്ചട്ടി നല്ലപോലെ ചൂടായി. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, കടുക് വറക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ. തീ ഒരുപാട് കൂടിയെങ്കിൽ ഒന്ന് സിം ചെയ്ത് വയ്ക്കുക. അതിലേക്ക് കടുകിട്ട് കൊടുക്കുക. കടുകിൻ്റെ പിന്നാലെ തന്നെ കുറച്ച് ജീരകം. ഇനി കുറച്ച് വറ്റൽ മുളകാണ്. ഇനി വെള്ളുള്ളി, ഒരു 2 ചെറിയ ഉള്ളി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർക്കുക. കുറച്ച് കറിവേപ്പില കൂടെ. ഇതൊക്കെ നമ്മൾ തീ ഓഫ് ചെയ്യുകയാണ്. കാരണം തീ ഒരുപാട് ഇതായിട്ടുണ്ട്, നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിൽ കിടന്ന് ശരിയായിക്കോളും. ഇനി ഇതിനെടുത്ത് നമ്മളുടെ രസത്തിലേക്ക് ഇടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ രസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. പെർഫെക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മളുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഈ ചാനൽ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നമ്മളിത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയുന്നവർക്കും അവർക്ക് നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഈ ഒരു രസമുണ്ടാക്കുന്ന വിധം കണ്ടു കഴിഞ്ഞാൽ അവർക്കും വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ അല്ലാതെ അങ്ങനെയും ചെയ്യാം എന്നൊക്കെ. അപ്പോൾ അത്തരം കമൻറ്റുകൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നമ്മളുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക. ബൈ, എൻജോയ്.